ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിലും നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇതറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു.